ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ പ്ലംബിങ് കഴിഞ്ഞതിന് ശേഷം ടൈലൊട്ടിക്കുന്നതിനും അതുപോലെ തന്നെ കോൺക്രീറ്റിന് മുന്നേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, അതായത് അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഡീറ്റെയിൽസാണ്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് വെക്കുന്ന ഏരിയ, ട്രാപ്പ് വെക്കുന്ന ഏരിയ, ഇതെല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഫസ്റ്റ് ഫ്ലോറാണ് വന്നിരിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് കറക്റ്റ് പൊസിഷനിലുണ്ട്. അതായത് ക്ലോസറ്റ് ആണെങ്കിൽ ക്ലോസറ്റ്, അതിന് കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഉണ്ട്. ക്ലോസറ്റിന് ഒരു, അതായത് ഭിത്തിയിൽ നിന്നും ഇത്ര വേണം. അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വെറുതെ വെച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് മേസന്മാർ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റൊക്കെ തെറ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയങ്ങളിലാണ് ഈ പറയുന്ന ക്ലോസറ്റ് പിന്നീട് നമ്മൾ വരുന്ന സമയത്ത് മെഷർമെൻ്റ് ഒന്നും കറക്റ്റ് ആവില്ല, ഒരു സൈഡിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും, ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇത് കറക്റ്റ് ചെയ്ത് നമ്മൾ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ട് പോവുകയാണെങ്കിൽ യാതൊരു കാര്യങ്ങളും ഒരു മെഷർമെൻറ്റ് പോലും വ്യത്യാസം വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലും ചെയ്യുന്നില്ല. അതുമാത്രമല്ല പൈപ്പുകളെല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ വരുന്ന മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺക്രീറ്റ് ഇടുന്ന സമയത്താണെങ്കിലും അതിൻ്റെ മെഷർമെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസറ്റുകളോ അതുപോലെ ട്രാപ്പുകളാണെങ്കിലും, ഇനിയിപ്പോൾ ഈ ട്രാപ്പാണെങ്കിലും നമുക്ക് ഭിത്തിയോട് അടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേറ്റിങ്സ് കാര്യങ്ങളൊന്നും വെക്കാൻ സാധിക്കില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ അളവുകൾ എങ്ങനെയാണോ അതെല്ലാം വെച്ചതിന് ശേഷം എല്ലാം നല്ല രീതിയിൽ അത്യാവശ്യം ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുക. ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വിട്ട് കൊടുക്കാവൂ. പിന്നെ വേറെ കാര്യങ്ങളിലൊന്ന്, നമ്മളിപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ ആളുകൾക്ക് തോന്നാം ഒരു സാഡിൽ വെച്ച് ക്ലിയർ ചെയ്തിട്ട് സാഡിൽ വെച്ച് ടൈറ്റ് ചെയ്താൽ പോരെ, അതായത് അതിൻ്റെ ക്ലാമ്പ് വെച്ച് ഡ്രിൽ ചെയ്ത് പിടിപ്പിച്ചാൽ പോരെയെന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ മണ്ണിൽ ചിലപ്പോഴേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഒരിക്കലും ഡ്രിൽ ചെയ്യാൻ ശ്രമിക്കരുത്. ബാത്റൂമിൽ, അതായത് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ബാത്റൂമുകളിൽ ഒരിക്കലും താഴേക്ക് ഡ്രിൽ ചെയ്ത് ഫിഷർ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രിൽ ചെയ്യുന്ന ഏരിയ ഉണ്ടാവും, അതായത് താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഡ്രിൽ ചെയ്യുന്ന ഏരിയ, ഫിഷർ വയ്ക്കുന്ന ഏരിയ, കോൺക്രീറ്റിങ്ങിന് മുന്നേ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന ഏരിയ പതുക്കെ ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ആ കോൺക്രീറ്റ്, അതായത് ഈ പറയുന്ന നമ്മൾ കോൺക്രീറ്റിൻ്റെ മുന്നായിരിക്കും നമ്മൾ ഈ സാഡിലെല്ലാ കാര്യങ്ങളും വെച്ച് ഈ പൈപ്പുകളെല്ലാം ഇപ്പോൾ ഈ കോൺക്രീറ്റിനും പകരമായിട്ട് നമ്മൾ സാഡിൽ വെച്ച് ഉറപ്പിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ക്ലാമ്പ് വെച്ച് ഉറപ്പിക്കുന്ന സമയത്ത് ക്ലാമ്പ് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അത്രയും ഹോള് താഴേക്ക് പോകും. ഭാവിയിലേക്ക് ആ ഹോളിൽ കൂടെ ആയിരിക്കും ലീക്ക് വരാനുള്ള ചാൻസ്, അതായത് വെള്ളത്തിൻ്റെ ലീക്ക് കാര്യങ്ങളെല്ലാം വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഈ പറഞ്ഞ ലീക്ക് കാര്യങ്ങളെല്ലാം കമ്പികളുടെ ഇടയിലേക്ക് ഇറങ്ങി പതുക്കെ തുരുമ്പ് പിടിച്ച് ദ്രവിച്ചു പോകാനും, പിന്നെ ഈ പറയുന്ന കോൺക്രീറ്റ് പാളി അടർന്നു വീഴാനുള്ള ചാൻസും കാര്യങ്ങളാണ് ചെറിയ പീസുകളായിട്ട്. അതുമാത്രമല്ല ആ ഹോൾ ചെയ്ത സ്ഥലങ്ങളിലായിരിക്കും ഭാവിയിലേക്ക് നനവ് താഴെ നിന്ന് നമുക്ക് കാണാവുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഒരിക്കലും ഡ്രില്ല് ചെയ്യാൻ ശ്രമിക്കരുത്, ബാത്റൂമിൻ്റെ അകത്ത് ഡ്രില്ല് ചെയ്യരുത്. ഇതുപോലെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇതിന് ശേഷം ഏകദേശം 6 ഇഞ്ചോളം കോൺക്രീറ്റ് ഹൈറ്റിലേക്ക് വരുന്നുണ്ട്. മറ്റേതല്ല, മെയിൻ വാർക്കയിൽ ഒരിക്കലും ഡ്രിൽ ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബാത്റൂം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, പ്ലംബിങ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്നും അത് എങ്ങനെ ഉറപ്പിക്കണമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall.